വേറെ ചിലരുണ്ട്, അവരധാരണ എന്താണ്? നമ്മൾ കൊടിയൊന്നും പിടിക്കൂല, സംഘടനാ പ്രവർത്തനമൊന്നും നടത്തൂല, നമ്മളിങ്ങനെ ഇരുന്ന് ദിക്റ് ചൊല്ലലാണ്, ഇബാദത്തെടുക്കലാണ്. അത് മതിയോ സുഹൃത്തുക്കളെ? തൊട്ടടുത്ത് വീടില്ലാത്തവര് വീട് നിർമ്മിച്ചു കൊടുക്കൽ ഒരു ഖിദ്മത്തല്ലേ? ആവശ്യമുള്ളവന്റെ ഖിദ്മത്തല്ലേ? വീട് വേണ്ടവര് വീട് വെച്ച് കൊടുക്കണ്ടേ? അത് നമ്മളെ സംഘടനയിലൂടെ അല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ സാന്ത്വനം ആവശ്യമുള്ളവന് സാന്ത്വന പ്രവർത്തനം നടത്തണ്ടേ? അത് നമുക്ക് സംഘടനയിലൂടെ അല്ലേ ചെയ്യാൻ കഴിയുക. പാവപ്പെട്ടവരെ സഹായിക്കണ്ടേ? അത് സംഘടനയിലൂടെ അല്ലേ പ്രവർത്തിക്കാൻ കഴിയുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ചെറിയ ചരിത്രം ഇവിടെ പറഞ്ഞു. ഈ ചരിത്രം കിതാബ് നോക്കി ഞാൻ മനസ്സിലാക്കി. ആ കിതാബ് എനിക്ക് എവിടുന്ന് കിട്ടി? അത് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാര് മുഖേന കിട്ടി. ആ കിതാബ് നോക്കാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിച്ച് എന്റെ കാറിലാണെങ്കിൽ ആ കാർ എനിക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ സംഘടനാ പ്രവർത്തകര് മുഖേന കിട്ടി. ആ സംഘടനാ പ്രവർത്തകര് മുഖേന കിട്ടിയ അറിവ് അത് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് എങ്ങനെ അവസരം കിട്ടി? ഈ സ്റ്റേജ് നമ്മുടെ സംഘടനാ പ്രവർത്തകരുണ്ടാക്കി, ഈ സദസ്യരെ സംഘടനാ പ്രവർത്തകര് സംഘടിപ്പിച്ചു. ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഇൽമ് പറയാൻ എനിക്ക് വേദി കിട്ടുമോ? എനിക്ക് സാധിക്കുമോ? വാസ്തവത്തിൽ സ്വാഗതം പറയേണ്ടത് സംഘാടകർക്കാണ്, നന്ദി പറയേണ്ടത് സംഘാടകർക്കാണ്, അതിന് സഹായിച്ചവർക്കാണ് സ്വാഗതം പറയേണ്ടത്, നന്ദി പറയേണ്ടത് ഈ പ്രസംഗിക്കുന്ന എനിക്കല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ സ്വാഗതവും നന്ദിയൊന്നും നിർത്തി കുൽമാനുണ്ടാക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിനർത്ഥം ആ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ അങ്ങനെ വേണം. ഇവരൊക്കെ കൂടിയാണ് എന്നെ ഇത് പറയാൻ എനിക്ക് അവസരം തന്നതെന്ന ചിന്ത പ്രസംഗിക്കുന്ന മുസ്ലിയാരെ മനസ്സിൽ വേണം. അല്ലാഹു ജല്ല ജലാലുഹു ഖിദ്മത്തുകൾ നടത്താൻ നമുക്ക് തന്ന വേദിയാണ്. അതിനുവേണ്ടി അല്ലാഹു നമുക്ക് തന്ന കൂട്ടായ്മയാണ് നമ്മുടെ SSFന്റെ പ്രവർത്തനം, SYSന്റെ പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം, നമ്മുടെ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകൾ, പ്രവർത്തനങ്ങൾ വിദേശത്തും നാട്ടിലും അതെല്ലാം ഖിദ്മത്തുകളാണ്. ആവശ്യമുള്ളവർക്ക് ഖിദ്മത്ത് എത്തിച്ചു കൊടുക്കുക എന്ന നിലക്കുള്ള പ്രവർത്തിക്ക് വലിയ ബറക്കത്താണ്.